രാജു പി നായർക്ക് ഒരു സംഗതി മനസ്സിലാക്കി കൊടുക്കട്ടെ. രാജു പി നായരെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എടുത്ത നടപടിയെ ന്യായീകരിക്കാനും ഒക്കെ കുറേ ആൾക്കാരെ പേര് പറഞ്ഞു. കുറേ BJPയുടെ അന്യസംസ്ഥാന നേതാക്കന്മാരെ, കേരളത്തിൽ തന്നെയുള്ള CPMൻ്റെ ഒരു നേതാവിൻ്റെ, ഒരു MLAയുടെ ഒക്കെ പേര് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അവരൊക്കെ കുറ്റം നിഷേധിച്ചു. ആ നിഷേധിച്ചത് ലോകം അംഗീകരിച്ചോ, നിയമം അംഗീകരിച്ചോ, പോലീസ് അംഗീകരിച്ചോ, കോടതി അംഗീകരിച്ചോ, പൊതുജനം അംഗീകരിച്ചോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അവരൊക്കെ നിഷേധിച്ചു, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് തൻ്റെ അടുത്തോടെ പറഞ്ഞു. അത് അംഗീകരിച്ചോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. അവിടെയല്ലേ പ്രശ്നം. ഞാൻ അങ്ങനെ ലൈംഗിക ചൊവ്വയുള്ള മെസ്സേജുകൾ ഈ രണ്ട് സ്ത്രീകൾക്ക് അയച്ചിട്ടില്ല. പറയട്ടെ, അവർ പറയുന്നത് നുണയാണെന്ന് പറയട്ടെ, അല്ലെ അവർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പറയാമെന്ന് പറയട്ടെ. അതിലൊരാൾ പറഞ്ഞത് VD സതീശൻ എനിക്ക് പ്രതിതുല്യനാണെന്നാണ്. അപ്പോൾ പറയട്ടെ. പിന്നെ വേറൊരു വലിയ ഒരു വോയിസ് മെസ്സേജ് വന്നു. ഞാൻ അതിൻ്റെക്ക് പോകുന്നില്ല, വളരെ മോശം വിഷയമാണ്. അത് ഞാനല്ല, എനിക്ക് അതിൽ പങ്കില്ല. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് എൻ്റേതല്ല, എൻ്റേത് ഇങ്ങനെയല്ല എന്ന് പറയട്ടെ. ഇല്ല, ഈ മനുഷ്യൻ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ കുറേ പേര് പറഞ്ഞല്ലോ, അങ്ങ് ഉത്തർപ്രദേശിലെയും കേരളത്തിലെയൊക്കെ. അവരൊക്കെ അത് നിഷേധിക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ട്. ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ പറയട്ടെ, ഒരു ക്രിമിനൽ കോടതിയിൽ ഒരു കുറ്റം വരുമ്പോൾ പ്രതിയോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫസ്റ്റ് ചോദിക്കുക അതാണ്. അപ്പോൾ പ്രതി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലേ വിചാരണയ്ക്ക് സ്കോപ്പുള്ളൂ. അവിടെ പ്രതി പറയുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി ചോദിക്കും, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ പറയുന്നത്, പ്രത്യാഘാതമൊക്കെ വലുതായിരിക്കട്ടോ എന്ന്. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞേക്കും. ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല, ഈ ബഹളം മുഴുവൻ ഉണ്ടായിട്ടും. അവിടെയാണ് വ്യത്യാസം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഏക വ്യത്യാസം അതാണ്. ഇനി ഇപ്പോൾ ഇവർ പറയുന്നു, എന്താ, മുഖ്യമന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, CPMനെ ഞങ്ങൾ സഹായിക്കുന്നു, ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ DDയിൽ നിന്നും മറ്റ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും സഹായിച്ച് നിർത്തുകയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പോൾ കോൺഗ്രസും ഈ CPMും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുക. ഇന്ത്യ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ 28 എണ്ണത്തിനും സഖ്യമല്ലേ? അല്ലേ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സഖ്യമല്ലേ? കാശ്മീരിൽ തരിഗാമി ജയിച്ചത് നിങ്ങളുടെ വോട്ടോട് കൂടിയിട്ടാണ്. ഈ CPM ഇപ്പോഴും ദേശീയ പാർട്ടിയെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടറിയോ? രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിങ്ങൾ കൊണ്ടുപോയി ജയിപ്പിച്ചു ഒരു CPMനെ, കാരണം MP ആക്കി കൊടുത്തു. 2019 അങ്ങോട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയത് 30,000 വോട്ടാ. ഇത്തവണ നിങ്ങളുടെ സഹായത്തോടെ 3 ചില്ലാൻ ലക്ഷം വോട്ട് നേടി അങ്ങോട്ട് ജയിച്ചു. അങ്ങോർക്കൊരു ഒരു സീറ്റ് രാജസ്ഥാനിൽ ജയിച്ചത് കൊണ്ട് എന്തായി? 3 സംസ്ഥാനങ്ങളിൽ നിന്നും ലോക്സഭാ അംഗങ്ങളായി, 4 സീറ്റുമായി. അപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിന് കോട്ടം തട്ടിയില്ല. നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തതാ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ സഖ്യം, ഇത് കഴിഞ്ഞാൽ ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞാൽ ആസാമിൽ സഖ്യമുണ്ടാവും, വെസ്റ്റ് ബംഗാളിൽ സഖ്യമുണ്ടാവും, തമിഴ്നാട്ടിൽ ഓൾറെഡി ഉണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്. അപ്പോൾ കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ഈ പാർട്ടി BJPയുമായി സഖ്യത്തിലാണ് അല്ലെങ്കിൽ സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ, നിങ്ങൾക്ക് ബോധ്യം ആ നിമിഷം ഇന്ത്യ മുന്നണിയിൽ നിന്നും CPMനെ പിടിച്ച് പുറത്താക്ക്. CPIക്കാരവിടെ നോട്ടെ, പാവങ്ങൾ, അവർക്ക് ഇതിലൊന്നും പങ്കുണ്ടാവില്ല. CPMനെങ്കിലും പുറത്താക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന്. എന്ത് രാഷ്ട്രീയമാണ് ഇത്? എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി ഞങ്ങളാണ്. ഞങ്ങളുമായി കൂട്ടുകെട്ട് നടത്തി എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന പാർട്ടിയെ ഇന്ത്യയിലെ 28 സംസ്ഥാനത്തും നിങ്ങൾ എന്തിനാ പിടിച്ച് മടിയിരുത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ പിടിച്ച് കൂടെ കിടത്തിയിരിക്കുന്നത്? ഇതൊക്കെ രാഷ്ട്രീയപരമായി വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങളുടെ വികൃതമായ മുഖം ഭംഗിയാക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ് കോൺഗ്രസ്സുകാരാ. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്നേ പറയാറുള്ളൂ.